ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോസ്റ്റ് മെക്കോവ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സോളിഡ് വർക്ക്സിലുള്ള ലൈൻ ടൂളിനെ പറ്റിയും അതിൽ വരുന്ന ടൈപ്പുകളെ പറ്റി, എങ്ങനെ നമ്മളൊരു സ്കെച്ച് ഡിഫൈൻ ചെയ്യാം, എന്തൊക്കെയാണ് അണ്ടർ ഡിഫൈൻ, ഫുള്ളി ഡിഫൈൻ സ്കെച്ചുകൾ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നമ്മുടെ നെക്സ്റ്റ് ടൂളുകളായ സർക്കിൾ ആൻഡ് ആർക്ക്, ഈ രണ്ട് ടൂൾസിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സർക്കിൾ ആൻഡ് ആർക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാൻ വൈകിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു സ്കെച്ച് ടൂൾ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്ലെയിൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. സോ ഞാനിവിടെ എൻ്റെ ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്തു, അവിടെ സ്കെച്ച് അപ്ലൈ ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സർക്കിൾ ടൂൾ, അപ്പോൾ ഈ സർക്കിൾ ടൂൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കെച്ച് ടാബിനകത്ത് ലൈൻ ടൂളിൻ്റെ തൊട്ട സൈഡിലായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാം, നമ്മുടെ സർക്കിൾ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ സർക്കിളിൻ്റെ സൈഡിൽ ആരോ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ടൈപ്പ് സർക്കിളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഒന്ന് സർക്കിൾ എന്നും അതുപോലെ പെരിമീറ്റർ സർക്കിൾ, ഇങ്ങനെ രണ്ട് പേരുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഫസ്റ്റ് കാണുന്ന സർക്കിളിനെ നമ്മൾ സെൻറ്റർ പോയിന്റ് സർക്കിൾ എന്ന് പറയും. വേറെ ഒന്നുമല്ല, നമ്മൾ സെൻറ്റർ പോയിന്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു സർക്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഓപ്ഷനാണ് പെരിമീറ്റർ സർക്കിൾ, അതുപോലെ അതിനെ നമ്മൾ 3 പോയിന്റ് സർക്കിൾ എന്ന് കൂടെ പറയും. അതായത് നമ്മൾ സെൻറ്റർ പോയിന്റ് വേണ്ട, ഇവിടെ നമുക്ക് എന്ത് മതി, സർക്കിളിലുള്ള 3 പോയിന്റ്സ് ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ രണ്ട് മെത്തേഡ്സ്, ഒന്ന് സെൻറ്റർ പോയിന്റ് സർക്കിൾ, ഒന്ന് പെരിമീറ്റർ സർക്കിൾ. അപ്പോൾ ഈ രണ്ടെണ്ണം ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത്, അടുത്തത് നമ്മൾ അതാണ് നോക്കുന്നത്. അപ്പം സർക്കിൾ ടൂള് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പ്ലെയിൻ ഇവിടെ സെലക്ട് ചെയ്ത് സ്കെച്ച് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ സർക്കിൾ ടൂൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടോ, നിങ്ങളുടെ പെൻസിലിൻ്റെ താഴെ ഒരു സർക്കിൾ സിമ്പിൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വരയ്ക്കുന്നത് സെൻറ്റർ പോയിന്റ് സർക്കിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻസ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, നമുക്ക് രണ്ട് ടൈപ്പ് സർക്കിളുണ്ട്. ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കാൻ നമുക്ക് 2 പോയിന്റ്സ് ആവശ്യമാണ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സർക്കിൾ വരയ്ക്കാൻ നമുക്ക് 3 പോയിന്റ്സ് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻസ്. അപ്പോൾ ഈ സെൻറ്റർ പോയിന്റ് സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എൻ്റെ ഒരു പോയിന്റ്, അപ്പോൾ ഞാൻ എൻ്റെ ഒറിജിൻ പോയിന്റ് തന്നെ സെലക്ട് ചെയ്യുവാണ്. പോയിന്റ് സെലക്ട് ചെയ്ത് നമ്മുടെ മൗസ് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, നിങ്ങളുടെ സർക്കിൾ ഇവിടെ ക്രിയേറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സെക്കൻഡ് പോയിന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സർക്കിൾ എന്തായി, അവിടെ ക്രിയേറ്റ് ആയി. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ഈ ഒരു സർക്കിളിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഡിഫൈൻ അല്ലെങ്കിൽ ഫുള്ളി ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ വരച്ചത് കൊണ്ട് നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി, ജസ്റ്റ് ഇതിൻ്റെ ഡയമെൻഷൻ മാത്രം നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സ്മാർട്ട് ഡയമെൻഷൻ എടുത്ത് സർക്കിൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും, ഡയമെൻഷൻ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ആയത് എന്താണ്, ഡയമീറ്ററാണ്. അതായത് ഞാൻ വരച്ചിരിക്കുന്ന സർക്കിളിൻ്റെ ഡയമീറ്ററാണ് ഇപ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് ആയത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഡയമീറ്റർ ഒരു 100 mm എന്ന് പറഞ്ഞ് ഞാൻ ഡിഫൈൻ ചെയ്യുവാണ്. ക്ലിയർ ആണല്ലോ അത്. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ 100 mm എന്നുള്ള ഡയമീറ്റർ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ് ആണ് നിങ്ങൾക്ക് കാണിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഡിഫോൾട്ടായിട്ട് ഡയമീറ്റർ ആണ് ക്രിയേറ്റ് ആവുന്നതെന്നെങ്കിലും എനിക്കിവിടെ എന്ത് കാണിക്കണം, റേഡിയസ് കാണിക്കണമെന്നുണ്ടെങ്കിൽ വേറൊന്നും ചെയ്യണ്ട. നിങ്ങൾ ഈ ഡയമെൻഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഡയമെൻഷനിൽ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, ഡിസ്പ്ലേ ആസ് റേഡിയസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ക്രിയേറ്റ് ആവും, ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ് നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ആവും. കണ്ടോ, അപ്പം അതെന്ത് ചെയ്താൽ മതി, നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് 2 തവണ ഞാൻ ഞെക്കിയപ്പോൾ അത് കറക്റ്റ് പ്രസ് ആവാത്തതിൻ്റെ പ്രശ്നമാട്ടോ. ഓക്കെ, നമ്മൾ ആ ഒരു റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ട് ഡിസ്പ്ലേ ആസ് ഡയമീറ്റർ കൊടുക്കുമ്പോൾ ഡയമീറ്റർ ആവും, ഡിസ്പ്ലേ ആസ് റേഡിയസ് കൊടുക്കുമ്പോൾ റേഡിയസ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ റേഡിയസും ഡയമീറ്ററും സർക്കിളിനകത്ത് നിങ്ങൾ മെൻഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ മാർക്ക് ചെയ്യുന്നത്. അത് ക്ലിയർ ആണല്ലോ. ഇതാണ് നമ്മുടെ എന്ത്, സെൻറ്റർ പോയിന്റ് സർക്കിൾ. ഇനി ഞാൻ ഈ സെൻറ്റർ പോയിന്റ് സർക്കിളിനെ ഒറിജിനിൽ നിന്ന് മാറ്റി ഇവിടെ വരച്ചു. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡയമെൻഷൻ മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, സ്കെച്ചസ് ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ. ഞാനിപ്പോൾ എൻ്റെ ഒറിജിനിൽ നിന്നും ഇതിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡയമെൻഷൻ ഇവിടെ മാർക്ക് ചെയ്തു. അതുപോലെ ഒറിജിനിൽ നിന്നും എൻ്റെ സർക്കിളിലേക്കുള്ള വെർട്ടിക്കൽ ഡയമെൻഷൻ ഞാനിവിടെ മാർക്ക് ചെയ്തു. എനിക്ക് എന്ത് കിട്ടും, ഈ ഒരു സർക്കിൾ ഇവിടെ
ഫുള്ളി ഡിഫൈൻഡ് ആയിട്ട് ക്രിയേറ്റ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സെൻറ്റർ പോയിന്റ് സർക്കിൾ വരയ്ക്കുന്നതും അതിനെ ഫുള്ളി ഡിഫൈൻ ചെയ്യുന്നത് ഡയമെൻഷൻ ഡയമീറ്റർ ടു റേഡിയസിലേക്ക് അല്ലെങ്കിൽ റേഡിയസ് ടു ഡയമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ, വളരെ എളുപ്പമാണത്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ സർക്കിൾ ടൈപ്പാണ് എന്ത്, പെരിമീറ്റർ സർക്കിൾ. അപ്പോൾ ഈ പെരിമീറ്റർ സർക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ സെൻറ്റർ പോയിന്റ് സർക്കിൾ വരയ്ക്കുന്ന പോലെ തന്നെ, പക്ഷേ ഇവിടെ നമുക്ക് 3 പോയിന്റ്സ് വേണം. അതായത് ഞാൻ ടൂൾ ആക്ടിവേറ്റ് ചെയ്തു, ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, ദെൻ തേർഡ് പോയിന്റ്. ഇങ്ങനെ 3 പോയിന്റ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ക്രിയേറ്റ് ആവും, ഇങ്ങനെ ഒരു പെരിമീറ്റർ സർക്കിൾ ക്രിയേറ്റ് ആവും. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു സർക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഒറിജിൻ അറിയാത്തൊരു ഏരിയ, ഇപ്പോൾ ഞാനിവിടെ ഒരു ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു ട്രയാങ്കിൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെ ലെങ്ത്തോ അല്ലെങ്കിൽ ആംഗിളോ ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ എനിക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ എനിക്കൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ ഒരു പെരിമീറ്റർ സർക്കിൾ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ടൂൾ ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കിതിൻ്റെ സെൻറ്ററിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയിൻ്റ് ഇതിൻ്റെ ഉള്ളിലത്തെ ലൈൻ സെലക്ട് ചെയ്തു. സെക്കൻഡ് പോയിൻ്റ് ഞാൻ ഇവിടെ ഈ ഒരു സൈഡ് സെലക്ട് ചെയ്യൂ. തേർഡ് പോയിൻ്റ് ഞാൻ ഈ ഒരു സൈഡ് സെലക്ട് ചെയ്യും. അതായത് ആ ട്രയാങ്കിളിൻ്റെ ഇന്നറിലുള്ള 3 സൈഡ്സും ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ക്രിയേറ്റ് ആയി, കറക്റ്റ് അതിൻ്റെ സെൻറ്ററിലൊരു സർക്കിൾ ക്രിയേറ്റ് ആയി. ഇപ്പം ഞാൻ ഉള്ളിലാണ് ക്രിയേറ്റ് ചെയ്തത്. ഇനി അടുത്തൊരു കണ്ടീഷൻ, എനിക്കിപ്പോൾ ഇതിൻ്റെ പുറത്തൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യണം. ബട്ട് ഈ എന്താവണം, ഈ എല്ലാ 3 കോർണേഴ്സും കണക്ട് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, പെരിമീറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ നോക്കിയാൽ ഞാൻ ടൂൾ ആക്ടിവേറ്റ് ചെയ്തു. ഫസ്റ്റ് കോർണർ പോയിന്റ് ഞാൻ സെക്കൻഡ് പോയിന്റ് ഇവിടെ പിക്ക് ചെയ്തു. തേർഡ് പോയിന്റ് ഞാൻ ഇവിടെ പിക്ക് ചെയ്യുകയാണ്, ഈ ഒരു പോയിന്റ് പിക്ക് ചെയ്യുകയാണ്. ഓക്കെ, പിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നോക്കിക്കേ, എൻ്റെ സ്കെച്ച് മൊത്തമായിട്ട് എന്തായി, കൊളാപ്സായി. അപ്പം ഇങ്ങനെ വരാൻ കാരണം, ഇതും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നു, വേറൊന്നുമല്ല, എൻ്റെ ട്രയാങ്കിൾ എന്തല്ല, ഡിഫൈൻഡ് അല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇവിടെ ക്രിയേറ്റ് ആയത്. അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പം ഈ 3 ലൈൻസിനെയും പിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുവാണ്, ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുവാണ്. ഓക്കെ, ഫിക്സ് ചെയ്യുന്ന സമയത്ത് എന്താ, സാധാരണ ഈ ഫിക്സ് യൂസ് ചെയ്യരുത്, ഞാൻ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യുക, ഈ പെരിമീറ്റർ സർക്കിൾ ഞാൻ ഔട്ടർ സർക്കിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ്. ഇപ്പോൾ നോക്കി അത് ക്രിയേറ്റ് ആയല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, പെരിമീറ്റർ സർക്കിൾ യൂസ് ചെയ്യാം. ഇപ്പോൾ ആ ഒരു കൊളാപ്സ് വന്നതുകൊണ്ട് ഞാൻ പറയുക, ആ കൊളാപ്സ് വരാൻ കാരണം എന്താണ്, എൻ്റെ ബേസ് സ്കെച്ച്. അതായത് ഇപ്പോൾ ഞാൻ വരയ്ക്കാൻ പോകുന്ന എൻ്റെ ബേസ് സ്കെച്ച് എന്താ, എൻ്റെ ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ വരയ്ക്കുന്നത്. ബട്ട് എൻ്റെ ട്രയാങ്കിൾ എന്തല്ലായിരുന്നു, ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ടാണ് എന്തായിപ്പോയത്, എൻ്റെ സർക്കിൾ വരച്ച് കഴിഞ്ഞപ്പോൾ അത് മൊത്തമായിട്ട് കൊളാപ്സ് ആയി പോയത്. ഓക്കെ, അപ്പം ഈ ഡിഫൈൻ ചെയ്യുന്ന കാര്യം നിങ്ങൾ മറക്കരുത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പം ഞാനിവിടെ അത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ഒരിക്കലും ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്യരുത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ പെരിമീറ്റർ സർക്കിൾ എന്ന് പറയുന്നത്. 3 പോയിന്റ് യൂസ് ചെയ്തിട്ട് 1, 2, 3. അപ്പോൾ ഈ വീഡിയോയിൽ സർക്കിളിൻ്റെ ഈ ഒരു 2 ടൈപ്പ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഇനിയും ഉണ്ട്, നമുക്ക് സർക്കിളിൻ്റെ റിലേഷൻസ് ഉണ്ട്, എങ്ങനെ റിലേഷൻസ് കൊടുത്ത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഒരു 6 ടൈപ്പ് ഓഫ് റിലേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യാം, ആ ഒരു സർക്കിളിൻ്റെ റിലേഷൻസും കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ആർക്ക് ടൂളും കൂടെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകുന്നു. ഓക്കെ, അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആർക്ക് ടൂള് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്. കീപ് ലേണിംഗ് and keep designing. Thank you.